ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓഡിബിൾ ആണല്ലോ അല്ലേ? Yes, sir. സി ബെറ്റർ ഫോക്കസ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഫോക്കസ് അല്ലെങ്കിൽ ഒരു ഫൈൻ ട്യൂൺഡ് ഫോക്കസ് എൻഡ് റിസൾട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളതാണ്. ശരിക്ക് വിചാരിക്കുന്നതിനേക്കാൾ നേരത്തെ ഒരു പക്ഷേ നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്തതിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. മാർക്ക് തടസ്സങ്ങളില്ലാത്ത, അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസോ ഇന്റേണൽ ഇൻഫ്ലുവൻസസോ ഒന്നും പൂർണ്ണമായി ഇല്ലാത്ത രൂപത്തിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ്. ട്രാക്കിലൂടെ ഇത്ര 20 കിലോമീറ്റർ സൈക്ലിംഗ് നടത്തുന്ന ഒരാളെ അയാള് 20 കിലോമീറ്റർ ഓടിയിട്ട് അപ്പുറത്ത് എത്തണം. ഒരു ഒളിമ്പിക്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടൂർണമെന്റുകളാണ്. ഒരുപാട് ഫേമസ് യൂറോപ്യൻ ടൂർണമെന്റുകളുണ്ട്. സോ അത്തരത്തിലുള്ള സൈക്ലിംഗ് അല്ലെങ്കിൽ ഒരു ട്രിപ്പിലൊക്കെ നമ്മൾ റോഡ് സൈഡിലൊക്കെ ആളുകൾ നിന്നിട്ട് കൈയടിച്ചുകൊണ്ടിരിക്കും. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ടു അച്ചീവ് ദ റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കൂടെ ഓടാൻ സൈക്കിൾ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ പോലും പുറത്ത് റോഡ് സൈഡിന്റെ പുറത്ത് നിന്നിട്ട് അവിടെ നിന്ന് കൈയടിച്ചിട്ട് കൊടുക്കും. യു ക്യാൻ ഡു ഇറ്റ് പ്ലീസ് അച്ചീവ് കമോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ല നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം. ഇതിൻ്റെ ഇടയിൽ തന്നെ കളിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ സൈക്കിള് കാറ്റൊഴിച്ച് വിടാനും അതേപോലെ സൈക്കിള് ഇടയ്ക്ക് വെച്ച് കേട് വരുത്താനും സൈക്കിൾ ഇടിക്കാനും ഉള്ള കളിക്കാരും ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക്. സോ ഈ ടൈപ്പ് ഓഫ് ഒബ്ജെക്ഷൻസ് ഉണ്ടാവുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ കാണാറുണ്ടാവും. ഇത് നിരന്തരമായിട്ട് പലർക്കും സംഭവിക്കുന്നത്, പല ബിസിനസ്സുകാരും നമ്മളിവിടെ അങ്ങനെ സംഭവിക്കുന്നത് കാണാറുണ്ട്. കൂടെയുള്ള ആളുകൾ തന്നെ അത് തകർക്കുന്നതും പൊട്ടിക്കുന്നതും ഇല്ലാതാക്കുന്നതും അതിനുവേണ്ടി പുറത്തുനിന്ന് കൈയിടിക്കുന്നതിന് പകരം അതില്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ നേരത്തെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ ഏരിയയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രീഡി ആൻഡ് ജലസി ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് വിഭാഗക്കാരും എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഇവിടെ യഥാർത്ഥത്തിൽ വളരെ സക്സസ്ഫുൾ ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബന്ധമില്ലാത്ത ആളുകൾ പോലും പലപ്പോഴും കൈയടിക്കുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ റിവീൽ ചെയ്യപ്പെട്ടിട്ടുള്ള പുറത്ത് അനൗൺസ് ചെയ്യപ്പെട്ടുള്ള ഒരു ഫോക്കസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഫുട്ബോൾ കളിക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ല? നിങ്ങൾ ആപ്പിൾ കൊണ്ടെറിയുക, ചീഞ്ഞ മുട്ട കൊണ്ടെറിയുക, ബോട്ടിൽ കൊണ്ടെറിയുക, കളിക്കാരെ കളിയാക്കി ഗാലറിയിൽ നിന്ന് പാട്ട് പാട് കളിയാക്കി ഇങ്ങനെയുള്ള സമയമൊക്കെ ഉണ്ടാകുന്നതും ഏറ് കിട്ടിയിട്ട് കളിക്കാരുടെ മുറിവുണ്ടായിട്ട് കയറിപ്പോവേണ്ടി വന്നതും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കാണാം. അപ്പോൾ ഒരു അതിന് ഒരു ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ ഒബ്ജെക്ഷൻസ് ആണ്. അപ്പോൾ അവരെ ഡിസ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, പുള്ളിക്കാരെ ഡിസ്ട്രാക്ട് ചെയ്യാം. സോ ഇത്തരത്തിൽ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ഡിസ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നതെന്നൊക്കെ ഒരാൾ എക്സിറ്റഡ് ആയി ഒരാൾ കംപ്ലീറ്റ്ലി ഫീൽ ഫ്രീ മൈൻഡ് സെറ്റിൽ ഒരാൾക്ക് ഒരു റേസ് ചേസ് ചെയ്യുമ്പോൾ, ഒരു ഗോൾ ചേസ് ചെയ്യുമ്പോൾ അയാളുടെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമോഷണലി ഒരു വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന അയാളുടെ ഫീൽ ചെയ്യും. സോ അങ്ങനെ നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകളുണ്ട്. പല ആളുകളെയും അത്തരത്തിലുള്ള സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നേരത്തെ ആവുകയും ചെയ്യും, വിചാരിക്കുന്നതിനേക്കാൾ നേരത്തെ ആവുകയും ചെയ്യും, ഒരു പക്ഷേ വിചാരിച്ചതിനേക്കാൾ എത്രയോ ഉഷാറായിട്ടുണ്ടാവുകയും ചെയ്യും. അങ്ങനെ പലരും സംഭവിക്കും. ഇതിനുള്ളൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസുകളെയും നമ്മൾ ഓവർകം ചെയ്യേണ്ടി വരും, ഇന്റേണൽ ഇൻഫ്ലുവൻസുകളെയും ഓവർകം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈക്ലിംഗ് തന്നെ എനിക്ക് നേരത്തെ നമ്മൾ ഒരു യൂറോപ്യൻ ഗ്രാൻഡ് പ്രീ ടൂറിലൊക്കെ പങ്കെടുക്കേണ്ട ഒരു കളിക്കാരന് സൈക്കിൾ ഓടിക്കാൻ പറ്റാത്ത രൂപത്തിൽ വയ്യാതായി. അദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ എടുക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിട്ട് പോലും നടക്കാത്ത രൂപത്തിൽ റെസ്റ്റഡ് പോയി. പിന്നീട് അദ്ദേഹം തിരിച്ച് വരികയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതേപോലെ അദ്ദേഹം ഗോൾഡ് മെഡൽ എടുക്കാവുന്ന രൂപത്തിൽ തിരിച്ചു വരികയൊക്കെ ചെയ്തത്. അതേപോലെ അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് കൈക്ക് പരിക്ക് പറ്റിയത്, 2 കൈകൾക്ക് പരിക്ക് പറ്റിയിട്ട് കാലുകൊണ്ട് അമ്പെയ്ത് മത്സരത്തിൽ വിജയിച്ചത്. അങ്ങനെ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഗോളിലേക്ക് എത്താൻ വേണ്ടി എക്സ്റ്റേണലും ഇന്റേണലുമായിട്ടുള്ള ഇഷ്യൂസ്, ഒബ്സ്റ്റാക്കിൾസ് എല്ലാ വിഷയത്തിലും ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. അതൊരു നേച്ചുറൽ ഫിനോമിനയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതിയുടെ ഭാഗമാണ് അതൊക്കെ അങ്ങനെ സംഭവിക്കും. കാരണം അത് എവിടെ നിന്നാണ് എങ്ങനെയാണ് വന്ന് കയറുക എന്നറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഒബ്ജെക്ഷൻസും റിജക്ഷൻസും
ജനറലി നമ്മളുടെ എല്ലാ തരത്തിലുള്ള ഗോളുകൾക്കും ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ഇതൊന്നും നമ്മൾ അറിയുന്ന നമ്മുടെ വീട്ടിനുള്ളിൽ നിന്ന് സർക്കിളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തെ സർക്കിളിൽ നിന്നോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മളുടെ മനസ്സിനകത്തുനിന്ന് തന്നെ പല കാര്യങ്ങളെയും നമ്മൾ ജസ്റ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അവിടെ എൻഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇന്റേണലി നമ്മൾ മെന്റലി നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രാക്ട് ആവാൻ സാധ്യതയുണ്ട്. സോ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസിനെയും നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു മെന്റൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ മനസ്സിന് സ്ട്രെങ്ത് എന്താണ്? ഞാൻ ഈ ഫോക്കസിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത്, ഈ ഗോള് ഫോക്കസ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പല രൂപത്തിലുള്ള കാര്യങ്ങൾ വരും എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ്. 2018 ഞാൻ ദുബായ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വിസ എടുത്തിട്ടുണ്ടായിരുന്നു. 2022 വന്നു. ആ സമയത്ത് വിസ എനിക്ക് കയ്യിൽ കിട്ടി. പക്ഷേ ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുമ്പം ഇപ്പോൾ 1 മാസം ആയിട്ടില്ല ഒരു പുതിയ വിസയിലേക്ക്. അപ്പോൾ അത് അത്രയും സമയം എനിക്ക് ഐ ഹാവ് എ ഹോപ്പ് ഐ വിൽ ഗെറ്റ് ഇറ്റ്, ഐ ആം ഗോയിങ് ടു അച്ചീവ് ഇറ്റ് എന്നുള്ള ഒരു എക്സ്പെക്റ്റഡ് ഹോപ്പിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. ഈ ഈ പ്രതീക്ഷ ഒരുപക്ഷെ നമ്മൾ വിചാരിച്ച രൂപത്തിലുള്ള വളരെ എക്സ്പെക്റ്റഡ് ആയ ജോബാണ് എന്നുള്ളതല്ല. ബട്ട് സ്റ്റിൽ അവിടെ എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ട്. ആദ്യത്തെ വിസയിൽ വലിയ ചലഞ്ച് ഉണ്ടായി, സെക്കൻഡ് വിസയിലും ചലഞ്ചുകൾ ഒരുപാടുണ്ടായി. ഇപ്പോൾ ഇനിയുള്ള വിസയിൽ ചലഞ്ച് ഉണ്ടാവില്ല എന്നുള്ളതല്ലേ. സ്റ്റിൽ ഐ ആം എക്സ്പെക്ടിങ് സർട്ടൻ ചലഞ്ചസ്. ബട്ട് മെന്റലി നമ്മൾ ആ 2-3 ടേം കൊണ്ട് നമ്മൾ മെന്റലി ഫിറ്റ് ആവുകയാണ്. അതുകൊണ്ട് ഉണ്ടാവുന്ന കരുത്ത് ആർജിക്കുന്നതുകൊണ്ടുണ്ടാവുന്ന ഗുണം അടുത്ത ഒരു ടേം നമ്മൾ ഒന്നും കൂടി സ്മൂത്തായി സക്സസ് ആവാനുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. സോ എനി ടൈപ്പ് ഓഫ് ഡിസ്ട്രാക്ഷൻസ് ക്യാൻ ഒക്കർ എന്നുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് ആദ്യം ഉറപ്പിച്ചു വെക്കുക എന്നുള്ളത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിന് നമുക്ക് എപ്പോഴും സഹായിക്കും. ഇങ്ങനെ നമ്മൾ ഡിസ്ട്രാക്ഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യുകയും എല്ലാ ഒബ്സ്റ്റാക്കിൾസിനെയും നമ്മൾ ഓവർകം ചെയ്ത് ജമ്പ് ചെയ്തിട്ട് ഹാർഡുകൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കുണ്ടാകാൻ പോകുന്ന സക്സസ് വളരെ വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓരോ റേസിലും വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ഒരു വിന്നിങ് എൻഡിലുണ്ട് എന്നുള്ളത് ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ മാത്രമേ ഫോക്കസിൻ്റെയും ഗോളിൻ്റെയും ഇമ്പോർട്ടൻസിൽ ഒബ്സ്റ്റാക്കിൾസിന് വലിയ സ്വാധീനമുണ്ട്, വലിയ പങ്കുണ്ട്. അത് അറിയേണ്ട രൂപത്തിൽ തിരിച്ചറിയണം നാം. അപ്പോൾ എക്സ്റ്റേണലി ആരും പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലും ഇന്റേണലി ഇഷ്യൂസ് ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മൾ ജയ്സ്വാളിൻ്റെ കഥ പറഞ്ഞതുപോലെ ജയ്സ്വാളിന് വീട്ടിൽ നിന്ന് അച്ഛൻ തന്നെയാണ് ഇറക്കി വിട്ടത്. നീ വേണമെങ്കിൽ ബോംബെയിലൊക്കെ പോയി പഠിച്ചോ, എങ്കിലല്ലേ നിനക്ക് ക്രിക്കറ്റ് കയറാൻ പറ്റുള്ളൂ. അവിടെ പോയിട്ട് ക്രിക്കറ്റ് കളിക്കാനും പറ്റാതിരുന്നിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാതിരുന്നിട്ടും ജോലി കിട്ടാതിരുന്നിട്ട് പോലും അവിടെ തന്നെ നിൽക്കുക ചെയ്തത്. ബോംബെയിൽ തിരിച്ചു വീട്ടിൽ പോയില്ല. അങ്ങനെ ഓരോ ടെൻറ്റിലും മാറി 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 ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോഴേക്കും ഒരു ടീം അവരെ റെഡിയാക്കി എടുക്കുകയും ഒരു തൽക്കാലം നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാവുകയും ചെയ്യുകയും പിന്നീട് ആ കുട്ടിയുടെ കളി കണ്ടിട്ട് കോച്ചിനെ കളിക്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഒരു എൻഡ് റിസൾട്ട് ഉണ്ട്. ഞാൻ ഇതിനെ ഓവർകം ചെയ്യാൻ റെഡിയാണെങ്കിൽ പിന്നെ ആ സമയത്ത് നമുക്ക് കുറച്ച് കല്ലും മുള്ളും ഈ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ലൈഫിൻ്റെ എല്ലാ സ്ട്രഗ്ലിംഗ് ഏരിയയിലും പാസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വി ക്യാൻ അച്ചീവ് തിങ്സ്. അതൊരു ഈസി ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ കൺഫേം ആക്കേണ്ടത് there will be some struggles, there will be some distractions, there will be some obstacles in the middle way. വഴിക്ക് വെച്ചിട്ടുണ്ടാവും. അത് കൂടെയുള്ളവരാവോ ഇല്ലാത്തതാവോ എന്ന് പറയാൻ പറ്റില്ല. ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് പോലും നമ്മൾ പറയാറുണ്ട്, വീട്ടിൽ നിന്നാവാം, അയൽപക്കത്തു നിന്നാവാം, കുടുംബത്തിൽ നിന്നാവാം, കൂടെ നിൽക്കുന്ന ഫ്രണ്ട് ആവാം, ആരും ചെയ്യാം. അങ്ങനെ ഇഷ്ടം പോലെ 5-10 ഇൻസിഡൻറ്റുകൾ എൻ്റെ ലൈഫിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ലൈഫ് ലേണിംഗ് ലെസൺസിൽ ഞാൻ മുമ്പൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടത്. സോ അത്തരത്തിലുള്ള എൻക്രോച്ച്ഡ് അറ്റാക്കിങ്സ് ഒക്കെ നമ്മുടെ മെന്റലി ആൻഡ് നമ്മുടെ പാത്വേയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള. സോ ബി കെയർഫുൾ അബൌട്ട് ദിസ് ഓൾ, ബട്ട് യു ക്യാൻ അച്ചീവ് യുവർ സക്സസ് വെരി ബ്യൂട്ടിഫുള്ളി ബിഫോർ ടൈം എത്താൻ പറ്റാവുന്ന രൂപത്തിൽ, റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ സാധിക്കും എന്നുള്ളതാണ്. സോ ലെറ്റ് us achieve a beautiful goal വെരി സൂൺ ഫോർ എവ്രി വൺ. അപ്പോൾ ഓരോരുത്തരും ഈ ഇയർ ഓഫ് ഫോക്കസ് എന്നതിനെ 2025 വളരെ ശക്തമായ ഒരു
സീരിയസ് ആയിട്ടുള്ള ഒരു ഫോക്കസോട് കൂടി മുന്നോട്ട് പോകാൻ ഓരോരുത്തർക്കും എനിക്കും ഒക്കെ സാധിക്കട്ടെ, നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് വളരെ സ്നേഹബുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ടുഡേ. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്.